ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിജീസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു, ഇപ്പോൾ ദേ ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 1-ാം തീയതി നമ്മുടെ ഇറവ അമ്പലത്തിൽ പൂരാണ്. അപ്പോൾ അതേ രാത്രി ഒരു 11 മണി സമയമാണ് ഇപ്പോൾ അതേ കാണുന്നത്. ഞാനും മോളും ആനിച്ചേട്ടനും കൂടെയാണ് ഈ പൂരം കാണാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഈ ഒരു പൂരം കാണാൻ ഒരവസരം തരികയാണ്. അപ്പോൾ 5 ആനകളുടെ പൂരാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ആനകൾ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. നല്ലൊരു പഞ്ചവാദ്യം ഇവിടെ നടക്കുന്നുണ്ട്. അത് ആസ്വദിച്ച് ഒരുപാട് പേര് ചുറ്റുമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ അറിവുകാർക്ക് ഇപ്രാവശ്യം ക്രിസ്തുമസ്, ന്യൂ ഇയർ ഇതൊന്നും കൂടാതെ 1-ാം തീയതി ഞങ്ങളുടെ ഇറവ അമ്പലത്തിലെ പൂരാണ് 1-ാം തീയതി. അത് കഴിഞ്ഞ് 2, 3, 4 നമുക്ക് കപ്പൽപ്പള്ളിയിൽ പെരുന്നാൾ, 5-ാം തീയതി കാവടി. അങ്ങനെ ഞങ്ങളുടെ നാടിൻ്റെ ആഘോഷങ്ങളെല്ലാം അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇറവുകാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ ഇന്നത്തെ പൂരം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചവാദ്യം അടിപൊളിയായിരുന്നു. പഞ്ചവാദ്യത്തിൻ്റെ താളക്കൊഴുപ്പിൽ എല്ലാവരും മുഴുകിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പൂരാഘോഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആനകളെല്ലാം ഇങ്ങനെ അമ്പലത്തിൻ്റെ നടയിൽ വന്നിട്ട് അവരുടെ ആടയാഭരണങ്ങളൊക്കെ കഴിക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ്. ഞാൻ ഇത്തിരി സ്പീഡിലാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇത്തിരി നിങ്ങളെ ബോറടിപ്പിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്തിരി ഒന്ന് ഞാൻ ഫാസ്റ്റാക്കിയത്. അങ്ങനെ ആനച്ചമയങ്ങളെല്ലാം അഴിച്ചിട്ട് ദേ ആനകളൊക്കെ ഫ്രീ ആയി. ഇനി ദേ അവർ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. ഞങ്ങളെല്ലാവരും കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ആനകളും ഓരോ ലോറികളിലായിട്ട് കയറി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നു. അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ ഒരു പൂരപ്പറമ്പായി മാറി. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിനും ആനക്കുട്ടന്മാർക്കൊക്കെ ടാറ്റ കൊടുത്ത് അവരൊക്കെ കയറ്റി വിട്ട് ഞങ്ങളും പോന്നു. ബൈ ബൈ.